Praise the Lord. യേശുവിൻ സ്നേഹമേ അത് ഒരു നാളും മാറാത്തത്, യേശുവിൻ സമാധാനം അത് ഒരു നാളും നീങ്ങാത്തത്, യേശുവിൻ സമാധാനം അതൊരു നാളും നീങ്ങാത്തത്, യേശുവിൻ സ്നേഹമേ അതൊരു നാളും മാറാത്തത്, യേശുവിൻ സമാധാനം അതൊരു നാളും നീങ്ങാത്തത്, യേശുവിൻ സമാധാനം അതൊരു നാളും നീങ്ങാത്തത്. ഈ സായാഹ്ന സന്ധ്യയോടെടുത്ത വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പറയുന്നു. പരസ്യമായി ഈ ഭവനാങ്കണത്തിൽ നിന്നുകൊണ്ട് ഈ ദേശത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ലഭിച്ച ഈ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചന പ്രഭാഷകരായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ല വടക്കേ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ, തമിഴ്നാട്ടില്, കർണാടകത്തില് എന്ന് വേണ്ട കഴിഞ്ഞ നാളിൽ അനവധി ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തു വരുന്ന ഒരു സുവിശേഷ സന്ദേശ ടീമുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളിൽ അനേക സ്ഥലങ്ങളിൽ ഈ സന്ദേശം പ്രസംഗിപ്പാൻ ഞങ്ങൾക്കിടയായി തീർന്നിട്ടുണ്ട്. ഈ ദേശത്തുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരുമായ ഈ ചുറ്റുപാടുള്ള കുടുംബങ്ങളോട് ഒരല്പസമയം ഈ സന്ദേശത്തെ കുറിച്ച് പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു പുതുമയല്ല. നമുക്കറിയാം, ഇന്ന് ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിൾ നാം എല്ലാവരും വായിക്കുകയും അത് പഠിക്കുകയും ധ്യാനങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും ആ നിലവിലുള്ള ജപങ്ങളും തപങ്ങളുമൊക്കെ കൂടുന്നവരും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമൊക്കെ ആണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരുപിടി വിഷയങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പ്രകൃതിക്ക് പോലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മനുഷ്യൻ എല്ലാ തലങ്ങളിലും അവൻ ഉയർന്നു ഉന്നതമായ ശ്രേണിയിൽ ഇന്ന് വിരാജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയില്ല. ആഴത്തിലൂടെ ഓടിയിട്ട് നടക്കുന്ന ഒരു മത്സ്യത്തെ പോലെ മനുഷ്യൻ ആ നിലകളിലൂടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ ആകാശത്തിന്റെ അലകൾ അവന് കീഴ്പ്പെടുത്തുവാൻ സാധിച്ചു. ആ ചൊവ്വാഗ്രഹത്തിൽ റിസോർട്ട് കൊടുത്ത് പാർക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയണം, 2028-29 ആകുമ്പോൾ മനുഷ്യന് ഇവിടുന്ന് ചൊവ്വായിലേക്ക് പാർക്കുവാൻ കടന്നു പോകത്തക്ക നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ശാസ്ത്രം ചെയ്തിരിക്കുന്നത്. ആ നിലകളിൽ ശാസ്ത്രീയമായും സാങ്കേതികമായും ഉന്നതമായും ഒത്തിരി നേട്ടങ്ങളും ഉന്നതമായ അനുഭവങ്ങളും മനുഷ്യൻ കരഗതമാക്കിയെങ്കിലും ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാവേദനകളും ശാപങ്ങളും വളരെയാണ്. ഇത്രത്തോളം ഉയർച്ചയും ഉന്നമനവുമൊക്കെ മനുഷ്യൻ പ്രാപിച്ചു എന്ന് ഒരു വശത്തോട് നമ്മൾ ആക്കി
പകർച്ചവ്യാധി മുഴക്കുമ്പോഴും അതിനെക്കുറിച്ച് ആ ഔന്നത്യത്തോടുകൂടി സംസാരിക്കുമ്പോഴും അതിന്റെ മറുവശം നമുക്ക് കാണാതിരിക്കാൻ കഴിയത്തില്ല. മനുഷ്യ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളും ധാർമ്മിക പകർച്ചകളും ആത്മീയമായ അപജയങ്ങളും എന്തിനേറെ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന ഓരോ സംഭവങ്ങൾ വാസ്തവത്തിൽ മനുഷ്യനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, മനുഷ്യൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന മൂക്കത്തെ വെറുതെ എന്ന് ചോദിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ ആ ന്യൂസ് വെച്ചപ്പോൾ അതിനകത്തൊരു വാർത്ത കേട്ടു, സ്വന്തം അപ്പനെ മകൻ വെട്ടിക്കുന്നു. എന്തിനേറെ പറയണം, കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന മകനെ ആ നിലകളിൽ വളർത്തി ഉയർത്തി അവൻ ആരോഗ്യം നൽകി അവനെ ആ നിലകളിൽ മുന്നോട്ട് കൊണ്ടുവന്ന സ്വന്തം പിതാവിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ എണ്ണി പറഞ്ഞാൽ എത്രയോ സംഭവങ്ങളാണ് അനുഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പുറകിൽ മനുഷ്യനെ നയിക്കുന്ന ചേതോവികാരം എന്താണ്? മനുഷ്യനിൽ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന അക്രമവാസകനെയും അതിൻ്റെതായിരിക്കുന്ന തകർച്ചകളുമൊക്കെ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അതിന്റെ പുറകിൽ വ്യാപരിക്കത്തക്ക നിലയിൽ മനുഷ്യഹൃദയങ്ങളെ മതിക്കത്തക്ക നിലയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ആ നിലകളിലുള്ള പ്രവൃത്തികളാണ് മനുഷ്യനെ ഈ ദോഷത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ നേരായ ഭ്രാന്താവിലൂടെ നടന്നു നീങ്ങുന്ന മനുഷ്യൻ, ദൈവോന്മുഖമായി ജീവിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവികമായിരിക്കുന്ന ആ അനുഭവത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, ദൈവ സാന്നിധ്യം വിട്ട് വഴിതിരിഞ്ഞു പോയതിന്റെ ഓരോ സംഭവങ്ങളാണ് ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നിലകളിൽ അപജയത്തിലേക്കും പരാജയത്തിലേക്കും അവൻ കുപ്പുകുത്തുവാനുള്ള കാരണം ഇതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ദൈവത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അന്യമായി കാണുവാൻ കഴിയുന്നതല്ല. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. മതങ്ങളെല്ലാം തന്നെ ഒരുപോലെ ഉദ്ഘോഷിക്കുന്ന ഒരു ചിന്തയാണ്. സകല മതങ്ങളും ഒരുപോലെ അത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സ്തോത്രം അവൻ പ്രത്യേകം അതിനെ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. വിശുദ്ധ ബൈബിൾ ശക്തമായ ഭാഷയിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ മോശസ് ഇങ്ങനെ എഴുതി, ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് അവന്റെ അകത്തെ ജീവശ്വാസം ഊതി എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മണ്ണാണ് മനുഷ്യൻ. ഒന്നുകൂടെ പറഞ്ഞാൽ കേവലം മണ്ണല്ല, അവന്റെ അകത്ത് ദൈവത്തിന്റെ ജീവശ്വാസവും ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ജീവശ്വാസം എന്ന് പറയുമ്പോൾ കേവലം ഒരു ശ്വാസമല്ല, മറിച്ച് ദൈവം തന്റെ ആത്മാവിനെ അവനിൽ പ്രവേശിപ്പിച്ചു. വിശുദ്ധ സക്കറിയാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലാക്കി. അപ്പോ ദൈവം ആത്മാവിനെയും ശരീരത്തെയും അതിനോടുകൂടെ ജീവനെയും ഒരുപോലെ ഘടിപ്പിച്ച്, എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, ഈ ത്രിവിധ ഘടകങ്ങൾ ഒരുമിച്ച് സംയോജിപ്പിച്ച് അവനെ രൂപാന്തരപ്പെടുത്തി സൃഷ്ടിച്ച് മെനഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നാണ് മനുഷ്യൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവലം അവൻ മണ്ണല്ല, അവൻ കേവലം അവൻ ഒരു ശ്വാസമോ ജീവനോ അല്ല. പിന്നെ അവൻ ദൈവത്തിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉരുവാക്കപ്പെട്ട മണ്ണിൽ രൂപാന്തരപ്പെട്ട, മണ്ണിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയെടുത്ത, മണ്ണും വിണ്ണും ഒരുപോലെ ചേർത്ത് വെച്ചിരിക്കുന്ന, സംയുക്തമായിരിക്കുന്ന, ഉദാത്തമായിരിക്കുന്ന, ഉന്നതമായിരിക്കുന്ന ഒന്നാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്റെ സന്ദേശം പിന്നെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ, നീ മടങ്ങി വരിക, നീ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവ വചനം വിശ്വസിക്കുക, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക, ദൈവീയ കൃപയിലേക്ക് അടുത്തു വരിക എന്നൊക്കെ മനുഷ്യനെ കൂടെ ദൈവം നയിക്കുന്നതിന്റെ കാരണം തന്നെ ആണ് ദൈവത്തിന്റെ കലാങ്കുല്യങ്ങൾ കൊണ്ട് നനഞ്ഞവനാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനാണ് മനുഷ്യൻ. പക്ഷേ സംഭവിച്ചത് വിശുദ്ധ
വിശുദ്ധ ബൈബിളിൽ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല. നമുക്കറിയാം, മനുഷ്യനെ പല വ്യത്യാസത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചൈനയിൽ കാണുന്ന ആളുകളെ പോലെയല്ല ഇന്ത്യയിൽ കാണുന്നവർ, ഇന്ത്യയിൽ കാണുന്നവരെ പോലെയല്ല റഷ്യയിലുള്ള ആളുകൾ. ഇവർക്കെല്ലാം വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്: എല്ലാവരും പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. പാപത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണ് എന്ന് വിശുദ്ധ റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം മനുഷ്യന്റെ ഹൃദയത്തിന്റെ തലങ്ങളിൽ വാടുകഴിഞ്ഞപ്പോൾ അതിൻ്റെതായിരിക്കുന്ന അനുസരണക്കേടും അതിൻ്റെതായ പ്രവൃത്തികളും മനുഷ്യരുടെ രൂഢമൂലമായി പ്രവൃത്തി പാതാവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ വിട്ടവനകന്ന്, ആ സഹോദരിൽ നിന്ന് അകന്ന്, അറിയാത്ത തിന്മകൾ ചെയ്ത് ദോഷപ്രവൃത്തികളിലേക്ക് അവനെ നയിച്ച് കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതിയും ആ നിലകളിൽ പാപത്തിന്റെ രൂഢമൂലമായ ആ പ്രക്രിയകളാണ്, അതിൻ്റെതായിരിക്കുന്ന ആ ശക്തിയിലൂടെ പുറത്തു വരുന്ന ആ പ്രവൃത്തികളാണ് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ അകത്തരത്തിലാണ് അവർ ചിന്തകൾ കടന്നു വരുന്നത്. ആ ചിന്തകളാണ് പ്രവൃത്തികളായി മാറുന്നത്. ആ ചിന്തകളിലൂടെ അനവധി പ്രവൃത്തികൾ അവൻ ചെയ്തു കൂട്ടുന്നു. എന്നാൽ ദൈവികമായ ചിന്ത മനുഷ്യന്റെ അകത്ത് വ്യാപരിച്ചാൽ ദൈവികമായ പ്രവൃത്തിയായിരിക്കുവാൻ ചെയ്യുന്നത്. എന്നാൽ അധാർമികവും ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളില്ലാത്തതുമായ ഒത്തിരി ചിന്തകളിലേക്ക് മനുഷ്യനെ ഇന്ന് നയിക്കുന്ന ഒത്തിരി 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 ആധുനിക അനുഭവങ്ങൾ നമുക്കിന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒരു കാലത്ത് കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തെ കുറിച്ച് കൂടുമ്പോൾ ഇമ്പം അഥവാ സന്തോഷം, ദൈവികമായ സാന്നിധ്യം നിറഞ്ഞ ആ ഒരു അനുഭവം. എന്നാൽ ഇന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ അന്യോന്യം ശിഥിലീഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവാഹം എന്ന് പറഞ്ഞാൽ അതേറ്റവും ദൈവത്താൽ ആരംഭിക്കപ്പെട്ടതും ദൈവം തന്നെ സാക്ഷിയായി നിന്നതും ദൈവം തന്നെ മനുഷ്യന് വേണ്ടി നല്ലൊരു കുടുംബത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതുമാണ് വിവാഹം. എന്നാൽ ഈ കാലങ്ങളിൽ വിവാഹം വേണ്ട എന്നും ലിവിംഗ് ടുഗദർ, ഒരുമിച്ച് താമസിക്കുകയെന്നും ഉടുപ്പ് മാറുന്നതുപോലെ ആ വിവാഹം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയണം, വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, എഴുകാരങ്ങൾ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. ദൈവികമായ ആത്മീയമായ ധാർമ്മികമായ ദൈവം നൽകിയിരിക്കുന്ന ആ കെട്ടുപാടിൽ നിന്ന് മനുഷ്യൻ ആ പൊട്ടിച്ചുകൊണ്ട് പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എവിടെ തിരിഞ്ഞാലും കാണുവാൻ കഴിയുന്നത്. മതങ്ങൾ ഒത്തിരി നമുക്ക് കാണുവാനായിട്ട് കഴിയും. മതങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, മതങ്ങൾ ആ മനുഷ്യന് നല്ല വഴിച്ചാലുകളെ കാണിച്ചു കൊടുക്കുന്നെങ്കിലും മനുഷ്യൻ അവരെ ശ്രദ്ധിക്കുന്നില്ല. പല കാര്യങ്ങളും അവൻ ചെയ്തു കൂട്ടുന്നെങ്കിലും അവന്റെ ജീവിതത്തിൽ മതം ഒരു പരിവർത്തനം വരുത്തുന്നില്ല. ജീവിതത്തിൽ അർത്ഥാൽ മതത്തിന്റെ ആ കർമ്മങ്ങളോ കർമ്മകാണ്ഡങ്ങളോ അവന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നില്ല. ആ ശേഷക്രിയകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ ഒക്കെ മതത്തിന്റെ ആ ക്രമീകരണം അനുസരിച്ച് ആണ്ടുതോറും അല്ലെങ്കിൽ മാസം തോറും ഒക്കെ മനുഷ്യൻ നിർവഹിക്കുന്നുവെങ്കിലും അവന്റെ അകത്തരത്തിൽ അവന്റെ ആഴത്തിൽ ജീവിതത്തിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ കനത്ത ശക്തിയിൽ നിന്ന് ഒരു വ്യത്യാസം വരത്തക്ക നിലയിൽ മതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയോജനകരമാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ മതത്തേക്കാൾ അപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മാർഗമുണ്ട്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ മാർഗം അതൊരു മതമല്ല. യേശുവിന് മതമില്ല. യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ചരിത്രത്തെ രണ്ടായി തിരിച്ചുകൊണ്ടാണ്. AD എന്നും BC എന്നും ചരിത്രത്തിന്റെ നടുവിൽ ചരിത്ര പുരുഷനായി ലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനിൽ ആമെ തുറന്നു വീണ കർത്താവായ യേശു ക്രിസ്തു ചരിത്രത്തെ രണ്ടായി തിരിച്ചു. ബിഫോർ ക്രൈസ്റ്റ് എന്നും ആനോ ഡോമിനി എന്നും ചരിത്രത്തെ രണ്ടായി തിരിക്കുകയുണ്ടായി. ചരിത്രത്തിന്റെ നടുവിലാണ് ഞാൻ ജനിച്ചത്. നമുക്കറിയാം, അങ്ങനെയാണല്ലോ കലണ്ടർ ആരംഭിക്കുന്നത്. ഒരു കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ ഇന്ന് ഫെബ്രുവരി മാസം 30-ാം തീയതി എന്ന് 10-ാം തീയതി എന്ന് നാം പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ ജനനം മൂലമാണ് ഈ കലണ്ടർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ യേശുവിനെ മാറ്റി നിർത്തി ഒരു ചരിത്രം നമുക്കിവിടെ പഠിക്കാൻ കഴിയത്തില്ല. ആരുടെയും ചരിത്രം എടുത്തു നോക്കൂ. ആ ചരിത്രത്തിനകത്തൊരു ചരിത്രമുണ്ടെങ്കിൽ ഒരേ ഒരു ഹിസ്റ്ററി, അത് യേശുവിന്റെ ചരിത്രമാണ്. ഹിസ്റ്ററി, അതാണ് ഹിസ്റ്ററി. യേശുവിന്റെ ചരിത്രം അത് ചരിത്രത്തെ രണ്ടാക്കി മാറ്റിയ ചരിത്രമാണ്. അത് ലോക ചരിത്രത്തെ മുറിച്ചു മാറ്റിയ ചരിത്രമാണ്. ചരിത്രത്തിൽ ഇറങ്ങി വന്നു, ചരിത്രത്തിൽ ജനിച്ച്, ചരിത്രത്തിൽ ജീവിച്ച്, ചരിത്രത്തിൽ മരിച്ച്, ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചുയർത്തുന്നിട്ട് ചരിത്രത്തിൽ
ആമേൻ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോയി. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അനുഭവങ്ങളുടെ ഭാവിയിൽ കാഹളം ധരിക്കുമ്പോൾ ആകാശമേഘങ്ങളെ ചായ്ച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് വാക്യത്തെ നൽകി ഇന്നും അതിന്റെ സൈന്യങ്ങൾ അതിൻ്റെതായിരിക്കുന്ന ഓരോ അടയാളങ്ങളും ശക്തമായി നിലവേറിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയട്ടെ, ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ചരിത്രം പോലെ മറ്റൊരു ചരിത്രത്തോടെ അവകാശപ്പെടുവാൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ ജനിച്ച് ജീവിച്ച മഹാരഥന്മാരുണ്ട്, ഉന്നതന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, നാം ബഹുമാനിക്കുന്ന ആചരിക്കുന്ന ആദർശശാലികളുണ്ട്. അവരെയെല്ലാം നാം ആചരിക്കുന്നവരാണ്. അവരെല്ലാം ഉന്നതന്മാരാണ്, സമന്വയന്മാരാണ്. എന്നാൽ യേശുക്രിസ്തു അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ചരിത്രത്തിൽ ഒരിക്കൽ അമേരിക്കൻ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ ആ ആളുകളെല്ലാം ഒരുപോലെ പറഞ്ഞു, ഈ സ്ഥലത്തിലേക്ക് ഉന്നതന്മാരായ ആളുകൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ആ സ്ഥലത്തിൽ കൂടിയിരുന്ന ഉന്നതന്മാരായ ആളുകൾ പറഞ്ഞു, അവരുടെ മുൻപിൽ ആദരവോടെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ചോദിച്ചു, യേശു ക്രിസ്തു ഇവിടേക്ക് കടന്നു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ആ സ്ഥലത്തിൽ ഏറ്റവും ഉയർന്ന ഒരെണ്ണം പറഞ്ഞത്, യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വീണവനെ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനായി ആമേൻ ചരിത്രത്തിന് നടുവിൽ ഇറങ്ങി വന്ന ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തെ കീഴ്മുറിച്ചുകൊണ്ടാണ് യേശുവിന്റെ ജനനം. എന്തിനാണ് യേശു ഇവിടെ ജനിച്ചത് പറയാം. യേശു ജനിച്ചത് നമ്മൾ ജനിക്കുന്ന പോലെയല്ല. ഈ ലോകത്തിൽ ജനിച്ച പുരുഷന്മാരോ സ്ത്രീകളോ എല്ലാം പാപത്തിൽ ജനിച്ചവരാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവൻ ദാവീദ് എന്ന് പറയുന്ന മഹാരാജാവ് പറഞ്ഞത് അങ്ങനെയാണ്, പാപത്തിലാണ് ഞാൻ ജനിച്ചത്, പാപം മുഖാന്തരമാണ് ഞാൻ ഉരുവായത്, ജന്മന കർമ്മണ മനുഷ്യൻ പാപികളാണ്. എന്നാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ആമൻ കന്യകയാകുന്ന പാത്രത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ് കർത്താവായ യേശു ക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, പാപം പിള്ളാത്ത, പാപം തോന്നിയിട്ടില്ലാത്ത, പാപമില്ലാത്ത ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമെന്ന് ചോദിച്ചുകൊണ്ട് പാപത്തിനെതിരെ ശക്തിയോടെ വെല്ലുകൊണ്ട് പരിശുദ്ധരായ ദൈവത്തിന്റെ പുത്രൻ ജന്മന പാപിയായിരുന്നില്ല, പാപം തീണ്ടിയിട്ടില്ല. ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാം പാപത്തിന്റെ സന്താനങ്ങളാണ്, പുരുഷന്റെ സന്താനങ്ങളാണ്. പുരുഷ ദർശനം കൂടാതെ ഇവിടെ ജന്മം നടന്നിട്ടില്ല, പുരുഷ വീതം കൂടാതെ ഇവിടെ ജനനം നടന്നിട്ടില്ല. എന്നാൽ എന്റെ യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ഉരുവായതാണ്. കന്യകയാകുന്ന പാത്രത്തിൽ ദൈവോദനമാകുന്ന വിത്ത് ഇങ്ങനെ പറഞ്ഞു, വചനം ജഡമായി ഹൃദയം സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന്റെ വചനം ജഡമായി ഇഹലോകത്തിൽ ആമേൻ അവതരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. പാപമില്ലാത്ത ഒരുവന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയൂ, പരിശുദ്ധനായവന് മാത്രമേ പാപിയെ വീണ്ടെടുക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ഈ താണുലകത്തിലേക്ക് വന്നത്. ഒരു മനുഷ്യൻ കുളത്തിൽ വീണെന്ന് കരുതുക, അവന് നീന്താൻ അറിയത്തില്ല. അവനോട് ആ കരയിൽ നിന്നുകൊണ്ട് ആളുകൾ പറയാ, കാലിട്ടടിക്ക്, കൈയിട്ടടിക്ക്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ അങ്ങനെയൊക്കെ ചെയ്തു നോക്കും. പക്ഷേ നീന്താൻ അറിയാത്തിടത്തോളം കാലം അവൻ താഴുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബലിഷ്ഠനായ ഒരു മനുഷ്യൻ വേണ്ടി വന്ന് കരം കൊടുത്ത് അവനെ പിടിച്ച് കരയ്ക്ക് കയറ്റുകയാണെങ്കിൽ അവൻ രക്ഷപ്പെടും. ഇതുപോലെ ആക്കരെ ഇക്കരെ നിന്നുകൊണ്ട് പലരും പറയുന്നു, അങ്ങനെ നീന്ത്, ഇങ്ങനെ നീന്ത്, അത് ചെയ്യേ, ഇത് ചെയ്യേ, അവൻ ഇതൊക്കെ ചെയ്തു നോക്കി മനുഷ്യൻ. പക്ഷേ പരിഹാരമൊന്നും കാണുന്നില്ല. എന്നാൽ ബലിഷ്ഠനായ ഒരുവൻ ഇറങ്ങി വരികയാണ്. അത് മറ്റാരുമല്ല, ചരിത്രത്തെ രണ്ടായി വടഞ്ഞു മാറ്റിക്കൊണ്ട് ഇറങ്ങി വന്ന യേശു ക്രിസ്തു. യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പ്രവചിച്ചു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവാചകൻ അത് പ്രവചിച്ചു. യേശു ജനിക്കുന്നതിന് 480 വർഷങ്ങൾക്ക് മുമ്പ് മീഖ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു, ബേത്ലഹേമിൽ യേശു ജനിക്കും. യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പ്രവാചക കുഞ്ഞിന്മേൽ നിന്നുകൊണ്ട് യേശുവിന്റെ ജന്മത്തെയും കാൽവരി മരണത്തെയും ഒക്കെ കണ്ടെത്തിയ ആ പുസ്തകമാണ് സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. എണ്ണി പറഞ്ഞാൽ യേശു ജനിക്കുന്നതിന് മുമ്പ് ജന്മവാർത്തയെക്കുറിച്ച്, അവന്റെ പേരിനെ കുറിച്ച്, അവൻ ജനിക്കുമെന്ന് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്, അന്ന് ഹേരോദാവിന്റെ അനുഭവങ്ങളെ കുറിച്ച്, അന്ന് അവനെ നമസ്കരിക്കുവാൻ വരുന്ന അവരെ ആരാധിക്കാൻ വരുന്നവരെ കുറിച്ച് ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ അന്ന് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായി യേശു ജനിക്കുന്നതിന് 780,000 480,000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പ്രവചിച്ച പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അങ്ങനെ പ്രവചനത്തിന്റെ നിവൃത്തി എന്ന് വന്നതാണ് യേശു ലോകത്തിൽ ജനിച്ചത്. യാദൃച്ഛികമായി ജനിച്ചതല്ല, ഇവിടെ ജനിച്ചവരെല്ലാം യാദൃച്ഛികമായി ജനിച്ചവരാണ്. സപ്പോസ് നമ്മുടെ മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് മുമ്പ്
ഒരു 2-3 മാസം മുമ്പ് മഹാത്മാഗാന്ധിയുടെ അമ്മയോട് ആരെങ്കിലും ചോദിച്ചെന്നിരിക്കട്ടെ, അങ്ങയുടെ ഉദരത്തിലുള്ള ശിശു ആരാന്നറിയാമോ? അവർ പറയും ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജനിച്ചതിന് ശേഷം താൻ പഠനശേഷം അതിനൊക്കെ നേതൃത്വം കൊടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തതിന് ശേഷമാണ് താൻ രാഷ്ട്രപിതാവായി മാറിയത്. എന്നാൽ എന്റെ യേശു ജനിക്കുന്നതിന് മുമ്പ് അവനെക്കുറിച്ചുള്ള ജാതകം എഴുതി. ജനിക്കുന്നതിന് മുമ്പ് ഇന്നിടത്ത് ജനിക്കുമെന്നെഴുതി, ഇന്നതുപോലെ ജനിക്കുമെന്നെഴുതി, ഇന്നതുപോലെ ജീവിക്കുമെന്നെഴുതി. എന്റെ യേശു പറഞ്ഞതുപോലെ അവകാശവാദം ആരും പറഞ്ഞില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവര് പാപഭാരം ചുമക്കുന്നവര് എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ആശ്വാസമില്ലാത്ത ലോകത്തിൽ അവൻ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും വേദനകളും നഷ്ടങ്ങളും കഷ്ടങ്ങളും നിറഞ്ഞ ലോകത്തിൽ ആശ്വാസത്തിന്റെ ഉടയവനും ആശ്വാസം നൽകുന്നവനുമായ ഒരു കർത്താവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ പറയുകയാണ്, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഇന്നിടത്ത് ചെന്ന് നിങ്ങൾ ഇന്നതുപോലെ ചെയ്യുക എന്നല്ല പറഞ്ഞത്. എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഞാൻ സാക്ഷാൽ നല്ല ഇടയനാകുന്നു. ഞാൻ ആ സ്വർഗത്തിന്റെ വാതിലാകുന്നു. ഞാൻ ആ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇതുപോലെ അവകാശവാദം മുഴക്കിയ മറ്റൊരു നേതാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. പലരും പറഞ്ഞു, നിങ്ങൾ ഇന്നതുപോലെ ചെയ്താൽ, ഇന്നെടുത്ത് പോയാൽ, ഇന്ന കർമ്മങ്ങളൊക്കെ നിവർത്തിച്ചാൽ, ഇന്നതൊക്കെ കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ യേശു അങ്ങനെയല്ല പറഞ്ഞു, എന്റെ ഒരിക്കൽ വരുകയും ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ. ഇതെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിത്വം അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശു അവകാശവാദം മുഴക്കിയതുപോലെ ആരും അവകാശവാദം മുഴക്കിയില്ല. ഒന്നുകൂടെ പറയട്ടെ, യേശു അത്ഭുതം ചെയ്ത പോലെ ആരും അത്ഭുതം ചെയ്തില്ല. യേശുവിന്റെ അത്ഭുതങ്ങൾ ആരും തൊടാത്ത കുഷ്ഠരോഗിയെ തൊട്ട് യേശു ശുദ്ധമാക്കി. മരിച്ച 4 ദിവസം നാട്യം വെച്ച് ലാസറിനെ യേശു ഉയർത്തിനെത്തിച്ചു. യായിറോസിന്റെ മകളെ യേശു ഉയർപ്പിച്ചു. എന്തിനേറെ വിധവയായ സ്ത്രീയുടെ മകനെ ആ സിമിത്തേരിയുടെ വാതിക്കൽ വെച്ച് യേശു ഉയർപ്പിച്ചു. അവൻ എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിച്ചു. അവൻ അത്ഭുതങ്ങൾ ചെയ്തു. അവൻ ഇരമ്പിയടിച്ച കൊടുങ്കാറ്റുകളെ ശാസിച്ചു, തിരമാലകളെ ശാസിച്ചു. എന്തിനേറെ ഇതുപോലെ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, അത്ഭുതങ്ങൾ ചെയ്തവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, താൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രം സൃഷ്ടിച്ച ചരിത്രപുരുഷനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ പറയട്ടെ, തന്റെ ജീവിതത്തിൽ തന്റെ 33.5 വയസ്സിൽ ഒടുവിൽ തന്റെ ശുശ്രൂഷ 3.5 വർഷങ്ങളായിരുന്നു. ആ ശുശ്രൂഷയ്ക്കനന്തരം ഏറ്റവും ഒടുവിൽ അഗസ്തമനയിൽ മാനവവർഗത്തിന്റെ പാപം മുഴുവൻ തന്റെ ശിരസിന്മേൽ ചുമത്തപ്പെട്ടു. ആമേൻ. നാം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് ആമേൻ ദൈവം അവനെ പാപമാക്കി. ആമേൻ. യേശു പാപിയല്ല, ആമേൻ പരിശുദ്ധനായ ദൈവപുത്രനാണ്. എന്നാൽ ഈ പരിശുദ്ധന്റെ മേൽ മാനവവർഗത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു. ആ ഗതസമനയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരമ്പിൻപാട് പോലെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്റെ കർത്താവ് മുൻപോട്ട് എന്ന് മുട്ടുകുത്തി. എന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിലവരട്ടെ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവനത് വഹിക്കാനോ സഹിക്കാനോ കഴിയാത്ത നിലയിൽ തന്റെ രക്തധമനികൾ പൊട്ടി ഒഴുകി. കാരണം മാനവർഗത്തിന്റെ മുഴുവൻ കൈപ്പേറിയ പാപത്തിന്റെ പാനപാത്രം പിതാവായ ദൈവം പുത്രന്റെ മേൽ ചുമത്തുമ്പോൾ അത് വഹിക്കുവാൻ കഴിയാതെ, അത് സഹിക്കുവാൻ കഴിയാതെ ദൈവപുത്രൻ അനുഭവിക്കുന്ന വിധകളാണ് ഗെത്സമന തോട്ടത്തിൽ നടക്കുന്നത്. അത് മറ്റോളം വലിച്ചു കുടിച്ചു. ഒരു മനുഷ്യനെന്നുള്ള വീണ ഉടഞ്ഞ് അവിടെ മരിക്കേണ്ടതായിരുന്നു. തന്റെ രക്തധമനികൾ പൊട്ടി, തന്റെ ശിരസ്സുകൾ നടുനെറുമ്പുകൾ പൊട്ടി. എന്നാൽ എന്താ സംഭവിച്ചത്? അവൻ ഭൂമിനിറങ്ങി എന്ന് കർത്താവിനെ ശക്തീകരിച്ചു. അവിടെ നിന്ന് പീലാത്തോസിന്റെ പിടിത്തോടിയും തുടങ്ങി. ആമേൻ. നമുക്കറിയാം, 5 കോടതിയിൽ 7 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു. ഹന്നാവും കയ്യപ്പാവും വിസ്തരിച്ചു, ഹെരോദാവ് വിസ്തരിച്ചു, സന്നിധിയിൽ സംഘം വിസ്തരിച്ചു, പീലാത്തോസ് വിസ്തരിച്ചു. ഈ 5 കോടതിയിൽ മതക്കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. അന്നത്തെ യഹൂദ സമുദായം ആ സന്നിധിയിൽ സംഘത്തിന്റെ കോടതിയിൽ യേശുവിനെ വിസ്തരിച്ചു. അവസാനം റോമൻ ഗവർണറായ പീലാത്തോസ് കൈകഴിക്കിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രൻ, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് കൈ കഴുകുവാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഇല്ല, അവനെ ക്രൂശിക്കുക, അവൻ ഞങ്ങളുടെ മതത്തിന് വിരോധമായി സംസാരിച്ചു, അവൻ ഇന്നതൊക്കെ ചെയ്തു. പീലാത്തോസ് പറഞ്ഞു, യേശു അവനോട് ചോദിച്ചു, അവൻ സത്യമാണ്, യഥാർത്ഥമായ സത്യമാണ്. യേശുവിനോട് ചോദിച്ചു, നീയാണോ സത്യം? യേശു ഒന്നും മിണ്ടിയില്ല, മൗനമായി നിൽക്കുകയാണ്. നമുക്കറിയാം, യഥാർത്ഥമായി ദൈവപുത്രനെ നിങ്ങൾ കാണുമെന്ന് യേശു ഇവിടെ പറഞ്ഞ വാക്കുകൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും.
യഥാർത്ഥമായി സത്യത്തെ പിടിച്ചു ബന്ധിച്ച് നിർത്തിക്കൊണ്ട് ചോദിക്കുക, സത്യമെന്നാൽ എന്ത്? ഇന്നും അങ്ങനെയുള്ള പീലാത്തോസുമാരുണ്ട്. ആമേൻ. വിധി പ്രസ്താവിക്കുവാൻ വിധികർത്താവായി പീലാത്തോസിനെ ആ നിലകളിൽ യേശുവിനെതിരെ വിധി പ്രസ്താവിക്കുവാൻ നിർത്തിയിരിക്കുമ്പോൾ തന്റെ ചോദ്യം ഇതാണ്, സത്യമെന്നാൽ എന്ത്? യേശു പറഞ്ഞു, ഞാനാണ് സത്യം. പക്ഷേ സത്യത്തെ പിടിച്ച് ബന്ധിച്ച് നിർത്തിയിരിക്കുക. ഇന്നും സത്യത്തെ ബന്ധിച്ച് നിർത്തി അവൻ വിധി പ്രസ്താവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സത്യമറിയാം, യാഥാർത്ഥ്യമറിയാം, വ്യക്തമായി അറിയാം, യേശു ദൈവപുത്രനാണെന്നറിയാം, ജീവന്റെ ദാതാവാണെന്നറിയാം, പാപമോചകനാണെന്നറിയാം. എന്നാൽ ഇതരങ്ങളായ അനവധി മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് യേശുവിന്റെ വചനങ്ങളെ അവൻ ത്രിവണൽ ഗണിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം മാനവജാതിയെ നമുക്ക് എവിടെ തിരിഞ്ഞാലും കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, മതമല്ല യേശുവിന്റെ മാർഗം. അത് മാനവജാതിയെ മുഴുവൻ സ്നേഹിച്ച് ജാതി മത വർഗവർണ്ണ ഉച്ചനീച കുലഹീന കുലശ്രേഷ്ഠ വ്യത്യാസമില്ലാതെ സകല മാനവനെ സ്നേഹിക്കുന്ന മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം. അവിടെ ജാതിയില്ല, മതമില്ല. ഒരു ഹൈന്ദവ ചെറുപ്പക്കാരൻ തന്റെ ചെറിയ പ്രായത്തിൽ യേശുവിനെ സ്വീകരിച്ചു. അവനൊരു ബ്രാഹ്മണ യുവാവ്. അവൻ വടക്കേ ഇന്ത്യയിൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അകത്ത് യേശു വന്നു കഴിഞ്ഞപ്പോൾ അവൻ നല്ലപോലെ പാട്ട് പാടുന്നയാളായിരുന്നു. ഒരു മനോഹരമായ പാട്ടെഴുതി. ആ പാട്ട് ഇപ്പോഴും പാടി സന്തോഷിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് പുറകിൽ എഴുതിയ ആ മനോഹരമായ ഗാനം അദ്ദേഹം ഹിന്ദിയിലാണ് എഴുതിയത്. അതിങ്ങനെയാണ്, ജബ്സെ പ്യാരാ ईशुआया मेरा जीवन बदल गया, जब से प्यारा ईशुआया मेरा जीवन बदल गया, जब से मैंने उसे पाया मेरा जीवन बदल गया. മലയാളത്തിൽ ഇങ്ങനെയാണ്, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോഹം വന്നു എന്നിൽ. യേശു ഹൃദയത്തിൽ വന്നാൽ ജീവിതം മാറും. 5 കോടതിയിൽ 7 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. അവസാനം പീലാത്തോസ് ജനത്തിന്റെ വാക്ക് കേട്ട് എന്റെ യേശുവിനെ വിസ്തരിക്കുവാൻ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു പച്ച പൈമര കുരിശുമായി വീണ്ടും എഴുന്നേറ്റും കാൽവരുടെ ഗിരിമുകളിലേക്ക് പീലാത്തോസിന്റെ പ്രിറ്റോറിയം മുതൽ നടന്നു നീങ്ങുന്ന ഒരു യേശുവിനെ നിങ്ങൾ കണ്ടു. ഒരു കൂട്ടം സ്ത്രീകൾ ഓടി വന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കർത്താവല്ലേ ഇത്? 5 അപ്പം കൊണ്ട് 5000 പേരെ പൂർത്തിയ കർത്താവല്ലേ ഇത്? അവൻ എന്ത് തെറ്റ് ചെയ്തു? അവൻ എന്ത് കുറ്റം ചെയ്തു? അവനെ എന്തിനു ക്രൂശിച്ചു? ഒരു മറുപടിയുമില്ല. ആമേൻ. യേശു പറഞ്ഞു, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി. നമുക്കറിയാം, യേശു ആ പച്ച പൈമര കുരിശുമായി ആമേൻ ഗോൽഗോഥായുടെ തെരുവീതിയിൽ ആ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ പിടഞ്ഞ് 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 മരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. അന്നത്തെ റോമൻ പരീക്ഷകൾ എന്റെ കർത്താവിനെ ക്രൂശിച്ചു. ആടിയടിച്ച് അവന്റെ കൈകാലുകളിൽ ആണി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഗതസമനം മുതൽ കാൽവറി വരെ നടന്നു നീങ്ങി ആ പച്ച പൈമര കുരിശുമായി ആ ഗോൽഗോഥായുടെ തെരുവീതിയിലൂടെ നടന്നു നീങ്ങിയ കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ ഒരു നീണ്ടു നിവർന്ന ക്രൂശിൽ തന്റെ കാൽകരങ്ങളെ വലിച്ചു വെച്ച് വലിയ ആടി അടിച്ചു കയറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആഴത്തിൽ കുഴിക്കകത്തേക്ക് ആ ക്രൂശ് വലിച്ചെറിയുകയാണ്. എന്ത് സംഭവിച്ചു? അവൻ 3 ആണിമേൽ ആ ശരീരം പിടയുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. ഒരു യൗവന ശരീരം, 33.5 വയസ്സുള്ള ശരീരം 3 ആണിമേൽ പിടയുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്നേഹിതരെ, ഞാൻ പറഞ്ഞതുപോലെ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുവിനെ നമുക്ക് വേണ്ടി ആമേൻ സ്വർഗത്തിലെ ദൈവം പാപമാക്കി. പിതാവായ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. പാപിയായ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി. ആമേൻ. നാം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷയാണ് കർത്താവ് വഹിച്ചത്. പാപപരിഹാരമാണ് യേശു ഏറ്റെടുത്തത്. ആ ക്രൂശിന്മേൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ പിടഞ്ഞ് 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 അവസാനത്തുള്ളി രക്തം വരെ ചിന്തി
ചൊല്ലിക്കൊണ്ട് എന്റെ കർത്താവ് അവിടെ 7 മൊഴികൾ ഉരുവിടുകയുണ്ടായി. ഒന്ന് ഇതാണ്, ഇവർ ചെയ്യുന്നത് ഇന്നൊന്നറിയായതുകൊണ്ട് ഇവനോട് ക്ഷമിക്കണമേ. ചരിത്രത്തിൽ ഇതുപോലെ പ്രാർത്ഥിച്ച ഒരാളില്ല. ലോക ചരിത്രത്തിൽ പ്രാർത്ഥിച്ചവരെല്ലാം അവരോട് പ്രതികാരം ചെയ്യണമേ, അവരെ നശിപ്പിക്കണമേ, അവരെ ഇല്ലാതാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ അവരെ സ്നേഹിക്കണമേ, രക്ഷിക്കണമേ, അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് എന്റെ യേശുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആമേൻ, യോർദാൻ നദി കാൽവറിയിലേക്ക് ഒഴുകുമായിരുന്നു. എന്നാൽ എന്നെ യേശു വെള്ളം കുടിക്കാനുള്ള ദാഹമായിരുന്നില്ല, ഭാവിയായ മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദാഹമായിരുന്നു എന്റെ കർത്താവിനുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, തെറ്റലസ്ഥായി സകലവും നിവൃത്തിയായി സമാപ്തം, എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ട സകല കർമ്മങ്ങളും ക്രൂശിന്മേൽ എന്റെ കർത്താവ് നിവർത്തിച്ചു. അനന്തരം സ്വന്തം തോളിന്മേൽ തലയായിച്ച് എന്റെ കർത്താവ് ആ ക്രൂശിൽ ആമൻ പിടഞ്ഞ് മരിക്കുമ്പോൾ മാനവവർഗത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ടൊരു മാർഗം ലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീന്റെ വിരിമാറിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ക്രൂശിന്മേൽ ആ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ പിടഞ്ഞ് മരിക്കുന്ന അരുമനാഥന്റെ മാർഗം വിശ്വസിക്കുന്ന ഏത് പാപിക്കും വഴിപോക്കനും കടന്നു പോകുന്നവർക്കും ഒരുപോലെ കണ്ട് വണങ്ങുവാൻ തക്കവണ്ണം പാപപരിഹാരം പ്രാപിക്കുവാൻ തക്കവണ്ണം മരക്കുരിശിൽ മരണത്തെ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണം മുഴുവൻ വഹിച്ചുകൊണ്ട് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിടഞ്ഞ് മരിക്കുന്ന അരുമരക്ഷകനെ ഒരു വാക്കിൽ നിങ്ങളുടെ മുൻപിൽ ഉയർത്തിക്കൊണ്ട് ആ രക്ഷകനെ ആര് ഹൃദയംഗമായി സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതം ധന്യകരമാക്കി തീർക്കുവാൻ എന്റെ കർത്താവ് മതിയായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഏറ്റെടുത്ത് പാപപരിഹാരം പ്രാപിക്കുന്ന ഓരോരുത്തർക്കും സമാധാനവും നിത്യജീവനും പ്രാപിക്കുവാനായിട്ട് കഴിയും. ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ വിടുതലിന്റെ മാർഗം ഈ സായാഹ്ന സന്ധ്യാവേളയിൽ പരിശുദ്ധാത്മാവിൽ അല്പസമയം ഞങ്ങളുടെ ഈ ദേശത്തുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഈ ദേശത്തിന് ചുറ്റുപാടുള്ള എല്ലാ കുടുംബങ്ങൾക്കും അത് ശ്രമിക്കത്തക്ക നിലയിൽ ഒരല്പ മിനിറ്റുകൾ ഇവിടെ നിന്നുകൊണ്ട് ഈ സത്യത്തെ വിളംബരം ചെയ്യുന്നു. യേശുക്രിസ്തു മാനവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആമൻ പിടഞ്ഞ് മരിക്കുന്നു. കൈകളിൽ കാലുകളിൽ ആടുകൾ തറച്ചു മുൾമുടി ചൂടിനാൻ പൊൻശിരസതിന്മേൽ നിന്നയും പീഡയും ദോഷിയും സഹിച്ചു ദിവ്യമാമൃതിരം നിനക്കായി ചൊരിഞ്ഞു ആ പാടുകൾ നിന്റെ രക്ഷയ്ക്കായി, ആ പാടുകൾ നിന്റെ രക്ഷയ്ക്കായി. മനുജനനം എടുത്ത യേശുരാജനും സമീപ നിൽപ്പൂ ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. മനുജനനം എടുത്ത യേശുരാജനിൻ സമീപ നിൽപ്പൂ ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ആ കർത്താവിനെ ഹൃദയത്തിന് സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറയുവാൻ ആരുണ്ട്? സ്നേഹത്തോടെ ഇരുകരങ്ങളും നീട്ടി കർത്താവ് നിങ്ങളെ മാടി വിളിക്കുന്നു. ക്രിസ്ത്യാനിയായിരിക്കാം, അക്രൈസ്തവരായിരിക്കാം, ശിവരാഷ്ട്രമോ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുമായിക്കോട്ടെ, നിങ്ങളുടെ മതമോ നിറമോ നിലവാരമോ ജാതിയോ നിങ്ങളുടെ ഭാഗ്യ ബാലൻസോ നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഒരൊറ്റ കാര്യം, പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ? നിത്യജീവനെ കരകതമാക്കിയിട്ടുണ്ടോ? യേശുവിനെ ഹൃദയത്തിന് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ രക്ഷാ ദിവസം, ഇപ്പോൾ സുപ്രസാദകാലം യേശു ഹൃദയംഗമായി ഇരുകരങ്ങളും നീട്ടി നിങ്ങളെ മാടി വിളിക്കുന്നു. മകനെ വരിക, നിനക്ക് വേണ്ടി ഞാൻ ക്രൂശിക്കപ്പെട്ടു, നിനക്ക് വേണ്ടി ഞാൻ പിടഞ്ഞു മരിച്ചു, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി എന്റെ ചാരത്തേക്ക് വരിക. ആമേ. ചിലപ്പോൾ ക്രൂശിനെ വണങ്ങുന്നയാളായിരിക്കാം, നിങ്ങൾ പള്ളിയിൽ പോകുന്നയാളായിരിക്കാം, കാഴ്ചകളും നേർച്ചകളും കഴിക്കുന്നയാളായിരിക്കാം, അല്ല അങ്ങനെ ഒന്നും ചെയ്യുന്നയാളല്ലായിരിക്കാം. ഏതൊക്കെ നിലയിൽ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കുന്നയാളായിരുന്നാലും
പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ ദൈവമില്ലെന്ന് പറയുന്നയാളായിരിക്കാം, അവൻ ദൈവത്തെ വേണ്ട എന്ന് പറയുന്നയാളായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് പോലും അടുത്ത് ചെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു മാർഗമാണ് സുവിശേഷം. ഏത് ഭാവിയെയും സ്നേഹിക്കുന്നു. തകർന്ന ജീവിതങ്ങളെ പണിയുവാൻ യേശു മതിയായ ദൈവമാണ്. ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതത്തിന്റെ ആമനെല്ലാം തകർന്ന് ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന എത്രയോ പേരെ എന്റെ കർത്താവ് മടക്കി വരുത്തിയിട്ടുണ്ട്. ജീവിതത്തിലേക്ക് അവൻ മടക്കി വരുത്തിയിട്ടുണ്ട്. സ്നേഹിത, അങ്ങനെയുള്ള തകർച്ചയിലാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതം തകർച്ചയിലാണോ, ദുഃഖത്തിലാണോ, നിരാശയിലാണോ? ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരു നിമിഷം യേശുവിന്റെ കരങ്ങളിൽ നിന്റെ ജീവിതം കൊടുക്കൂ. നിന്റെ ജീവിതത്തെ പണിയുവാൻ യേശു മതിയായ ദൈവമാണ്. ആ സ്നേഹത്തിന്റെ ദാതാവായ ദൈവപുത്രൻ കരങ്ങളിൽ നീട്ടി നിങ്ങളെ മാടി വിളിക്കുന്നു. മരണാനന്തരം ആമേൻ അവൻ ഉയർത്തെഴുന്നേറ്റു, കല്ലറ വിട്ടു. ഇനി എത്രയും വേഗം മടങ്ങി വരും. ആ യേശുവിന്റെ മടങ്ങി വരവ് അടുത്തുപോയി. ആ യേശുവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ നിത്യസത്യങ്ങൾ ഒരല്പസമയത്തിലൂടെ സംസാരിപ്പാൻ ഒരവസരം കർത്താവ് നൽകി തന്നല്ലോ. ഈ വചനം കേട്ട ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും കർത്താവ് രക്ഷിക്കണമേ. യഥാർത്ഥമായ ദൈവവചന സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഏവരെയും ഒരുക്കണമേ. ഈ ദേശത്തുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, ദൈവിക അനുഭവങ്ങൾ നൽകണമേ, ആഴമേറിയ വിശ്വാസം നൽകണമേ. തകർച്ച ആയിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം പണിയണമേ, തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. മദ്യപാനങ്ങളിൽ നിന്ന് പാപത്തിന്റെ വഴികളിൽ നിന്ന് ജനത്തെ ഉദ്ധരിക്കണമേ. അങ്ങയുടെ മഹത്വമുള്ള നാമം ഉയർത്തപ്പെടട്ടെ. എല്ലാം കൊണ്ട് തിരുനാമത്തെ ഉയർത്തി അങ്ങയുടെ നാമത്തിലൂടെ ഉന്നതമായ അനുഭവങ്ങൾ ദേശത്ത് വെളിപ്പെടുവാൻ ഇടയാക്കും. പുത്രനെ മഹത്വപ്പെടുത്തും. എല്ലാം ആദരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അത്ഭുതം ചെയ്യുന്നതിനായി ചിലരെ കർത്താവ് രക്ഷിക്കുന്നതിനായി സ്തോത്രം. പാപമോചനം ചിലരിലേക്ക് പകരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാവായി വേഗം വരുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറയുന്നു. വിശേഷിയ ഞങ്ങളുടെ ഈ പരസ്യങ്ങൾ സ്തോത്രം ഫേസ്ബുക്കിലും ഓൺലൈനിലും ഒക്കെ വഴിയായി സ്തോത്രം ഇത് പരസ്യം ചെയ്യുന്ന പ്രത്യേകിച്ച് നിലകളിൽ സ്തോത്രം റോസ് ഫാമിലി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗ്രൂപ്പുണ്ട്. സുവിശേഷത്തിന്റെ സന്ദേശവും ദൈവിക ദൂതുകളുമൊക്കെ